ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ വീട്ടിലാണ് ഇപ്പോഴും. നാളെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. നിർണായകമായ ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അരുൺ സോളമനും ഗോകുൽനാഥുമാണ് നമുക്കൊപ്പം. അരുൺ സോളമൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഇടപാടുകാർ ആരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടോ, അതോ ഒറ്റയ്ക്കാണോ? എന്താണ് കൂടുതൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയത്തിൽ? സുജയ, ഈ ഘട്ടത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഈ ഉണ്ണികൃഷ്ണന്റെ ഈ പുളിമാത്തുള്ള ഈ ഭഗവതി വിലാസം എന്ന് പറയുന്ന ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ഇത്തരത്തിൽ വലിയ തെളിവുകൾ പുറത്തു വരുന്നു, വലിയ ആരോപണങ്ങൾ പുറത്തു വരുന്നു. ഈ ഘട്ടത്തിൽ ഇതുവരെയും അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഇപ്പോൾ ഈ വീടിൻ്റെ പുറകുവശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുൻപ് ഞങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയാണ് സംസാരിക്കാൻ വന്നത്. ഈ ചടങ്ങുകൾ ഇനിയും കഴിയാൻ ഏറെ സമയമെടുക്കുമെന്നുള്ളൊരു പ്രതികരണം മാത്രമായി ചുരുക്കിക്കൊണ്ട് അവർ മടങ്ങിപ്പോയി. ഇന്നലെ മാധ്യമപ്രവർത്തകർ ഇവിടെ വന്നപ്പോഴും ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പകരം മൊബൈലിലൂടെയുള്ള ചില ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് പുറത്തു വന്നത്. ഇന്നലെ പറഞ്ഞതും കോടതിയിൽ പറയാനുള്ളതെല്ലാം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും കോടതിയിൽ പറയുമെന്നുള്ളതാണ്. ഇന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സമയത്ത് തന്നെ അകത്തു നിന്നും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കുടുംബവും ഒക്കെ ഇന്ന് രാവിലെ തന്നെ വന്നിരുന്നു. മിനി ദേവി അടക്കമുള്ളവരുണ്ട്. ഭാര്യയാണോ സഹോദരിയാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഒരു സ്ത്രീ ശബ്ദം കേട്ടിരുന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോകരുത്, മാധ്യമപ്രവർത്തകർ പുറത്തുണ്ട്, വീഡിയോ എടുക്കും എന്നുള്ളൊരു നിർദ്ദേശം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഘട്ടത്തിലും പുറത്തു വന്നില്ല. ധാരാളം ആൾക്കാർ, ബന്ധുക്കൾ അടക്കമുള്ളവർ രാവിലെ മുതൽ വരുന്നുണ്ട്. ഗേറ്റ് പൂട്ടിയ നിലയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട്. ഇങ്ങനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലും ഗേറ്റ് തുറന്നിട്ടിട്ടില്ല. കാരണം ഓരോ ആൾക്കാരും വന്ന് നിന്ന് വിളിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ധാരാളം ബന്ധുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ, വലിയ തെളിവുകൾ പുറത്തു വരുമ്പോഴും സുജയ ഈ ഘട്ടത്തിൽ ഇതുവരെയും ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഗോകുൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഗോകുൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നും മിണ്ടുന്നില്ല. ഇന്നത്തെ യോഗത്തിൽ കൂലങ്കഷമായ ചർച്ചകൾ നടക്കുകയാണോ? കാരണം ഇപ്പോൾ പ്രത്യാരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും നിലവിൽ നടന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ടല്ലോ. എങ്ങനെ പോകുന്നു യോഗം? സുജയ, ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിനുള്ള അഭിമുഖങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിമുഖത്തിനിടെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദേവസ്വം ബോർഡ് മെമ്പർമാരും അതേപോലെ മറ്റെല്ലാ ഉദ്യോഗസ്ഥരും ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു യോഗം തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസത്തിൽ തന്നെ ഹൈക്കോടതി ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു കൂടുതൽ അന്വേഷണത്തിന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണപ്പാളി വിവാദവും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ ആയിട്ടുണ്ടാകുന്ന സംഭവബഹുലമായ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുകയുണ്ടായി, മുൻ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്കാണ് ഇദ്ദേഹം ഈ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും ശബരിമല കേന്ദ്രീകരിച്ച് നടത്തുകയും തുടർന്ന് സ്പോൺസർഷിപ്പിനായി ആളുകളെ കർണാടകയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എത്തിക്കുകയും തുടർന്ന് ദർശന സൗകര്യം വരെ പലർക്കും ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനവും കാര്യങ്ങളിലേക്കും ഒക്കെ നീങ്ങി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്രത്തോളം പിടിപാടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിലും ബോർഡിന് തന്നെ ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. കാരണം ഈ മഹസറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ള കാര്യത്തിലും അതേപോലെ തന്നെ ഈ മഹസറിൽ രേഖപ്പെടുത്താതെ എന്തൊക്കെ പൊന്നോ വസ്തുക്കളോ അമൂല്യ വസ്തുക്കളോ ഒക്കെ പുറത്തുപോയി എന്നുള്ള കാര്യത്തിൽ പോലും ദേവസ്വം ബോർഡിന് ഒരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1998 ഈ വിജയ് മല്യ സമർപ്പിച്ച സമയത്ത് തൊട്ടുള്ള പൂർണ്ണമായ മഹസർ പരിശോധനയും അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണവും ദേവസ്വം ബോർഡ് തന്നെ ആവശ്യപ്പെടുന്നത്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ അത് നീങ്ങുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇത്തരത്തിൽ മേൽശാന്തി തെരഞ്ഞെടുപ്പിനുള്ള അഭിമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ്. 53 പേരുടെ തെരഞ്ഞെടുപ്പ് അഭിമുഖമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ വരും ദിവസങ്ങളിലും ഈ അഭിമുഖങ്ങൾ തുടരും. ഏറ്റവും എടുത്തു പറയേണ്ടത് മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ അടക്കമുള്ള 100ഓളം പേരെയാണ് ഇപ്പോൾ ഈ അഭിമുഖത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത്. നാളെയും ഈ അഭിമുഖം തുടരും. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ യോഗം ചേരുന്നത്. പ്രത്യേകിച്ച് ഒരു അജണ്ട ഇല്ലാതെയാണ് ഇന്നൊരു യോഗം ചേരുക. സാധാരണ ദിവസങ്ങളിലൊക്കെ ഒരു അജണ്ട മുൻപോട്ട് വെച്ച് ആ അജണ്ടയ്ക്ക് പുറത്താണ് പല കാര്യങ്ങളിലും ചർച്ചയുണ്ടാകുക. പക്ഷേ ഇത്രത്തോളം വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ശബരിമല വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് ഒരു അറിയിപ്പ് ഉണ്ടാകാതെ വളരെ വേഗത്തിൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ചേർന്നുകൊണ്ട് ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ ഉയരുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയിൽ കൃത്യമായി സമർപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് നീക്കം. ഇന്നിപ്പോൾ ഒരു 3 മണിയോടുകൂടി ഈ യോഗം പര്യവസാനിക്കും. അതിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ ദേവസ്വം ബോർഡ് ബെഞ്ചിനെ അറിയിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഓക്കെ, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ തുടരുന്നു.